പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളിനി ആയുർവേദ മരുന്നുകൾ കൊടുത്തുകൂടെ എന്ന്. എന്നാൽ ഈ മരുന്നുകളെ പറ്റിയിട്ട് എന്താണെന്ന് അറിയാതെ കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം, അശ്വഗന്ധ ലേഹ്യം, മുക്കുടി, ശതാവരിഗുളം ഇതെല്ലാമാണ്. ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് കറക്റ്റായ അളവിൽ അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. ആയുർവേദ മരുന്നുകൾ കറക്റ്റ് അല്ലാത്ത ഡോസിൽ വയറിളക്കം ഉണ്ടാക്കിയേക്കാം. അതിനാൽ വൈദ്യസഹായത്തോടു കൂടി വേണം കഴിക്കാൻ. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉള്ളിച്ചോറ്, ഉലുവച്ചോറ്, മുരിങ്ങച്ചോറ്, കോഴി വരട്ടിയത്, ജീരകക്കഞ്ഞി ഇതെല്ലാം വളരെ കോമൺ ആണ്. ഇത് അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ചെറിയ അളവിൽ ഉള്ളിച്ചോറ് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷേ അധികമായി കഴിഞ്ഞാൽ ആ പച്ചയുള്ളിയുടെ ടേസ്റ്റ് ഇൻഡൈജഷൻ ഉണ്ടാക്കും. കോഴി വരട്ടിയതിൽ വളരെ ഹൈ കണ്ടൻറ്റ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ചെറിയ രീതിയിൽ കഴിക്കുമ്പോൾ നമുക്കത് ശക്തി തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഡൈജഷൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സിസേറിയനൊക്കെ കഴിയുമ്പോൾ പെട്ടെന്നുള്ള ദിവസങ്ങളിൽ അത് സ്റ്റാർട്ട് ചെയ്യരുത്. ജീരകക്കഞ്ഞിയിൽ ജീരകമുണ്ട്, അത് ഡൈജഷനെല്ലാം നല്ലതാണെങ്കിലും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ആ സ്പൈസസ് നമുക്ക് എരിച്ചിലൊക്കെ ചിലവർക്ക് ഉണ്ടാക്കാം. പൊതുവേ നമ്മൾ എരിച്ചിൽ കുറയ്ക്കാനാണ് ജീരകം കഴിക്കാറ്. പക്ഷേ അധികമായി കഴിഞ്ഞാൽ എല്ലതും നല്ലതല്ലാതെയാവും. ഉലുവക്കഞ്ഞിയിൽ ഷുഗർ കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഉലുവ. അതേപോലെ തന്നെ ഉലുവ അധികമായിട്ട് കഴിച്ചാൽ കുട്ടിക്ക് അത് ചിലപ്പോൾ ഇൻഡൈജഷനോ കോളിക്കോ വേദനയോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ചെറിയ അളവിൽ ആവശ്യത്തിന് മാത്രം ഇതെല്ലാം കഴിക്കുക. മുരിങ്ങയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള ചോറും അതെ ഡൈജഷൻ നന്നാവാനും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും എല്ലാം ഉപയോഗമാണ് എന്ന് പറയും. പക്ഷെ എല്ലാം വല്ലാതെ അധികം കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം, ഗ്യാസ്ട്രൈറ്റിസ് ഇതെല്ലാം ഉണ്ടാവും. പ്രത്യേകിച്ച് സിസേറിയൻ കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് ഡോക്ടറെ വയറിളകണു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പച്ചമരുന്ന് കഴിച്ചിരുന്നു എൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിക്കണം. അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടി വേണം ഇതെല്ലാം കഴിക്കാൻ. നിങ്ങളുടെ പ്രസവം വളരെ ആഹ്ലാദപൂർവമായിട്ടും പ്രസവാനന്തരമായിട്ടുള്ള സമയങ്ങൾ വളരെ സന്തോഷകരവുമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.